ഇന്ത്യൻ ലൈസൻസ് വെച്ച് ജർമ്മനിയിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? പറ്റും. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിൽ എത്തിയിട്ട് എന്നാണോ ജർമ്മൻ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് മുതൽ 6 മാസം നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് ജർമ്മനിയിൽ വണ്ടി ഓടിക്കാം. ജർമ്മനിയിൽ 100% ഇന്റർനാഷണൽ ലൈസൻസിന്റെ ആവശ്യമില്ല. നമ്മളിവിടെ വന്നിട്ട് ഒരു ഫാർഷൂളെ പോയിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നതിലും നല്ലത്, ഫാർഷൂളെ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ, അവിടെ പോയിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നതിലും നല്ലത് ഡയറക്റ്റായിട്ട് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ നേരിട്ട് ചെല്ലുമ്പോൾ അവർ നമ്മളെ ഒരു സാധാരണ ആദ്യമായിട്ട് ലൈസൻസ് എടുക്കാൻ വന്ന ഒരാളെ പോലെ ഫുൾ കോഴ്സ് നമ്മളെ പഠിപ്പിക്കും. അതിലൊരു 3500-4000 യൂറോ ജർമ്മനിയിൽ അവർ അതിന് ഈടാക്കും. പക്ഷേ നമ്മളൊരു ഇന്ത്യൻ ലൈസൻസ് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് എടുത്തിട്ട് വാലിഡ് ആണോ എന്ന് നോക്കും. എന്നിട്ട് അത് അവർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. പേപ്പർ വർക്ക് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിക്കും. റെഡി ആണെന്നുണ്ടെങ്കിൽ 45 യൂറോ നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അതിനുശേഷം അവർ ആ ലൈസൻസ് ഹോൾഡറിന് എന്തെങ്കിലും ക്രൈം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കും. ക്രൈം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് മെയിൽ അടിക്കും, നമുക്ക് ഫെർദർ സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഐ ടെസ്റ്റും ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫാർഷൂളെ പോവാം, ഡ്രൈവിംഗ് സ്കൂളിൽ പോവാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ആപ്പ് തരും. ആ ആപ്പിൽ നമുക്ക് തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും, അത് പഠിക്കുക. അതിനുശേഷം നമുക്ക് ഒരു 1 വീക്ക് പ്രാക്ടിക്കലായിട്ട് വണ്ടി ഓടിക്കാം. പിന്നെ നമുക്കൊരു എക്സാം അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് എക്സാം ചെയ്യാം. അപ്പോൾ നമുക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2500-3000 യൂറോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ കോഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ജർമ്മനിയിലെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 അവർ മിനിമം ഹൈവേയിൽ ഓടിക്കണം, ഇത്ര മണിക്കൂർ മിനിമം നൈറ്റ് ഓടിക്കണം എന്നൊക്കെ ഉള്ളൊരു നിയമമുണ്ട്. അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണ എപ്പോഴെങ്കിലും ഓടിച്ചാൽ മതി. അതും നമുക്ക് തോന്നണം അത്രയും. അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലെ മാസ്റ്റർ പറയാണ് നീ ഇപ്പോൾ ഓക്കെയാണ്, ടെസ്റ്റ് അടിക്കാൻ കോൺഫിഡൻറ്റ് വരുമ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്ക് പോയി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു 1000 യൂറോ താഴെ നമുക്കിതെല്ലാ പരിപാടിയും തീരും. ജർമ്മനിയിൽ വരാൻ വേണ്ടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കുക. വെറുതെ ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ട് പൈസ കളയേണ്ട. ആ പൈസ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വൺസ് നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ആ ഓഫീസിൽ അവർ മേടിച്ച് വെക്കും. കാര്യം ജർമ്മനിയിൽ 2 ലൈസൻസ് ഒരാൾക്ക് കൊണ്ടുനടക്കാൻ പാടില്ല, 2 നാഷണാലിറ്റിയുടെ ലൈസൻസ് ഒരാൾക്ക് കൊണ്ടുനടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യൻ ലൈസൻസ് അവർ ജർമ്മനിയിൽ മേടിച്ച് വെക്കും. 3 വർഷം വരെ ആ ലൈസൻസ് അവർ കീപ്പ് ചെയ്യും. 3 വർഷത്തിന് ശേഷം അതവർ ഡെസ്ട്രോയ് ചെയ്യും. തിരിച്ച് ഇന്ത്യയിൽ വരുമ്പോൾ വണ്ടി ഓടിക്കാൻ നമുക്ക് ആ ജർമ്മൻ ലൈസൻസ് കാണിച്ചാൽ മതി. അതിൻ്റെ കൂടെ അവർ ഇൻ്റർനാഷണൽ ലൈസൻസ് കൂടി അറ്റാച്ച് ചെയ്ത് തരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ.